ഹായ്, ഞാൻ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. കുറച്ച് സാധനങ്ങൾ മതി ഇതുണ്ടാക്കാനായിട്ട്. ആദ്യം ചിക്കനൊക്കെ നല്ല വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു കടായിൽ കുറച്ച് കൂടുതൽ എണ്ണ വേണം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ ഇടാം. കഴുകിയ ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അത് കളർ മാറുന്നത് വരെ ആയതിനു ശേഷം നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല. എണ്ണ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ എടുക്കാം. മാറ്റി വെച്ച എണ്ണ വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ കറി ഉണ്ടാക്കാനോ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്, തക്കാളി ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇത് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അതിങ്ങനെ അതിലിരുന്ന് നല്ലോണം വെന്ത് വരണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഉണ്ടാവും. വെള്ളം വറ്റി വരുന്നെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം. ചിക്കനിലോട്ട് നല്ലോണം പിടിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ കുറച്ച് സാധനം മതി. ഗരം മസാലയൊന്നും ഇടുന്നില്ല ഇതിലോട്ട്. നല്ല ടേസ്റ്റാണ്. റൊട്ടിക്ക്, നാണ്, പിന്നെ വന്നിട്ട് പെറോട്ട, ചപ്പാത്തി ഒക്കെ നല്ലതാണ് ഈ കറി. ഇപ്പം എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് എടുക്കാം. കൂടുതൽ ഗ്രേവിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് വന്നിട്ട് റൊട്ടിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അതേപോലെ കൂടുതൽ സ്പൈസസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.